ഒരിക്കൽ ശുഭാനന്ദ ഗുരുദേവൻ കുട്ടമ്പേരൂർ ജന്മഗൃഹത്തിൽ നിന്നും തിരികെ കൊറ്റാർക്കാവിലേക്ക് പുറപ്പെട്ടു. വള്ളത്തിലായിരുന്നു യാത്ര. മാവേലിക്കര മണ്ഡപത്തിൽ കടവിലെത്തി വള്ളത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ ചെളി പറ്റുകയുണ്ടായി. ഗുരു ആശ്രമത്തിലോട്ടുള്ള വഴിയിൽ പുതിയ കാവുകുളത്തിലിറങ്ങി കുളിച്ചു വൃത്തിയായി ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ജാതിയിൽ താഴ്ന്നൊരു സ്വാമി ക്ഷേത്രകുളത്തിൽ കുളിച്ചതിനാൽ കോപിതനായി ക്ഷേത്രാധികാരികൾ ഗുരുവിനെ വന്നു കാണുകയും കുളം വറ്റിച്ചു തരണമെന്നും പറഞ്ഞു ബഹളം വെച്ചു. ഗുരു പുഞ്ചിരിച്ചു. നാം പരിഹാരം കാണും എന്നറിയിച്ചു അവരെ യാത്രയാക്കി. ഗുരു ശിഷ്യനായ കൊച്ചുസ്വാമിയെ വിളിച്ചു. നീ പൂജാമുറിയിലെ കിണ്ടി എടുത്തുകൊണ്ടുപോയി കുളത്തിൽ നിന്നും ഒരു കിണ്ടി വെള്ളമെടുത്ത് തിരികെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു. എന്നാൽ കിണ്ടിയിൽ വെള്ളമെടുത്തതും കുളത്തിലെ വെള്ളം പൂർണ്ണമായി വറ്റിപ്പോവുകയും ചെയ്തു. പിന്നീടൊരിക്കലും വെള്ളം വന്നില്ല. ഇത് കണ്ട് ഭരണാധികാരികൾ ഗുരുവിനെ വന്നു കാണുകയും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു. ഗുരു കൊച്ചുസ്വാമിയെ വിളിച്ചു വെള്ളം തിരികെ കൊണ്ട് ഒഴിക്കുവാൻ പറഞ്ഞു. കൊച്ചുസ്വാമി ഗുരു പറഞ്ഞ പോലെ ചെയ്യുകയും കുളത്തിൽ നിറയെ വെള്ളം വരികയും ചെയ്തു. പിന്നീട് ഈ നാൾ വരെ ഒരു വേനൽക്കാലത്ത് പോലും അല്പം പോലും വെള്ളം കുറയാതെ നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്നത് ഇന്നും അത്ഭുതമാണ്.